അങ്ങനെ ആരാധകർ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത, സന്തോഷ നിമിഷം എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീതുവും അർജുനും ഒന്നാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും. ഇരു കുടുംബങ്ങളും സംസാരിച്ച് ഇവർ ഒത്തുതീർപ്പിലെത്തിയെന്നും വിവാഹത്തിന്റെ കാര്യങ്ങളിൽ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയെന്നുമാണ് എത്തുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. എല്ലാവരും ആഗ്രഹിച്ച പോലെ ശ്രീതുവും അർജുനും കൃഷ്ണന്റെ മുന്നിൽ വച്ചാണ് താലി കെട്ടാൻ ഒരുങ്ങുന്നത് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവാഹത്തോടെ അർജുന്റെ സ്വന്തമാകുന്ന ശ്രീതു പിന്നെ അഭിനയത്തിലേക്ക് മടങ്ങി വരുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ബിഗ് ബോസിന് ശേഷം വലിയ ഉയരങ്ങളിലേക്കാണ് അർജുൻ ചേക്കേറിയത്. അതുപോലെ തന്നെ ശ്രീതുവും തന്റെ തിരക്കുകളിലേക്ക് മാറുകയായിരുന്നു. എന്നാലും വല്ലപ്പോഴുമൊക്കെ ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. ശ്രീതു തനിക്ക് തന്ന മോതിരം തന്റെ കയ്യിലുണ്ട് എന്നാണ് അവസാനമായി അർജുൻ അന്ന് പറഞ്ഞത്. പിന്നീട് എത്തുന്നത് ഇവരുടെ വിവാഹ വാർത്ത തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6 ആരാധകർ നെഞ്ചേറ്റിയ കോംബോ ആയിരുന്നു അർജുനും ശ്രീതുവും. ഷോ കഴിഞ്ഞതിന് ശേഷവും ഇരുവരും തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും അതുപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ബിഗ് ബോസിനെ തുടർന്ന് ഇവർ പല പരസ്യങ്ങളിലും ആൽബങ്ങളിലും ഒന്നിച്ചുണ്ടായിരുന്നു. ഇരുവരും ഇപ്പോൾ മദ്രാസ് മലർ എന്ന ഷോർട്ട് ഫിലിമിലൂടെയും ഒന്നിച്ചിരുന്നു. ഷോർട്ട് ഫിലിമിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇവർ നൽകിയ അഭിമുഖങ്ങളും ശ്രദ്ധ നേടിയിരുന്നു. അർജുന്റെ കയ്യിൽ എപ്പോഴും കാണുന്ന മോതിരത്തെ പറ്റിയും താരമെന്ന് തുറന്നു പറഞ്ഞു. ശ്രീധുവിനോട് ബിഗ് ബോസിൽ വെച്ച് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ആ മോതിരം. എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം എന്നത് എന്റെ ജീവിതം മാറ്റിമറിച്ച സ്ഥലമാണ്. ഞാനും ഇതുപോലൊരു മോതിരം കൊണ്ടുവന്നിരുന്നു. അവർ എനിക്കത് തന്നില്ല. ശ്രീധുവിന്റെ കയ്യിൽ ഈ മോതിരം കണ്ടപ്പോൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു വാങ്ങിയ മോതിരമാണ് എന്നും അർജുൻ പറയുന്നു. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഞങ്ങളുടെ കോംബോ കാണാൻ ഇഷ്ടമുള്ളവരാണ്. മദ്രാസ് മലരിൽ അത് കാണാം. എന്നാൽ ഞങ്ങൾക്കിടയിൽ പ്രണയമുണ്ടോ എന്ന ചോദ്യത്തിന് അന്ന് ശ്രീതു മറുപടി പറഞ്ഞില്ല. തനിക്ക് പ്രണയമുണ്ട്, അതൊരു വ്യക്തിയല്ല മറിച്ച് ജോലിയോടാണ് എന്നായിരുന്നു അന്ന് അർജുന്റെ പ്രതികരണം. ഇത് ശരിക്കും ക്രിഞ്ച് ആയിപ്പോയെന്നായിരുന്നു അർജുന്റെ ഉത്തരത്തോട് ശ്രീതുവിന്റെ മറുപടി. ബിഗ് ബോസിൽ ഇരുവരുടെയും കോംബോ പ്രണയമെന്ന നിലയിലായിരുന്നു പുറത്ത് പലരും ചർച്ച ചെയ്തത്. ശ്രീജുൻ കോംബോ ആഘോഷമാക്കിയ ആരാധകരും ഹൗസിന് പുറത്തെത്തിയാൽ ഇവർ ഇഷ്ടം തുറന്നു പറയുമെന്ന് ഉറപ്പിച്ചിരുന്നു. എന്നാൽ ബിഗ് ബോസിനുള്ളിലും പുറത്തും തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാണ് അർജു പറഞ്ഞത്. എന്താണെങ്കിലും ഇരുവരും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ എത്തുമ്പോൾ ആരാധകർ തന്നെയാണ് ഈ സസ്പെൻസ് എല്ലാം അറിഞ്ഞ് വലിയ രീതിയിൽ സന്തോഷിക്കുന്നത്. പ്രണയത്തിന്റെ മാജിക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ പലപ്പോഴും ശ്രീധുവിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാറുള്ളത്. ഓരോ ബിഗ് ബോസ് സീസൺ കഴിയുമ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോഡികൾ ഉണ്ടാകാറുണ്ട്. ഇവരുടെ സീസണിൽ അങ്ങനെയുണ്ട് എന്ന് പറയുന്ന മറ്റൊരു ജോഡിയാണ് ജാസ്മിൻ്റേത്. എന്നാൽ അവർ പ്രണയമാണോ സൗഹൃദമാണോ എന്നറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം ഒക്കെ പലർക്കും തോന്നിയിരുന്നുവെങ്കിലും കണ്ണുകൾ കൊണ്ടും സംസാരം കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെയുള്ള പ്രണയം ശ്രീജുന്റെ തന്നെയായിരുന്നു. ബിഗ് ബോസ് അവസാനിച്ചപ്പോൾ എല്ലാവരുടെയും മനസ്സ് നേടിയത് അർജുനും ശ്രീതുവും എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. അർജുൻ ഫാൻസിന് ഏറ്റവും സന്തോഷം നൽകുന്ന ചില ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിരുന്നു. ചുംകാദ് എത്തനിക് എന്ന വെഡ്ഡിംഗ് വസ്ത്ര വ്യാപാരത്തിന്റെ ഒരു ആഡായിരുന്നു അത്. ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ലുക്കിൽ അർജുനും ശ്രീതും പെർഫെക്റ്റ് കപ്പിളായി വീഡിയോയിൽ കാണാം. സോങ് ആണ് അത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇപ്പൊ ഈ ഇന്റർവ്യൂ വരുമ്പോൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള, എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിംഗറും കൂടെയാണ്. അപ്പം അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര വലിയൊരു കാര്യം. പിന്നെ ഒരു ഫേവറേറ്റ് പ്രൊഡ്യൂസറും കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോ എന്തൊരു ഞങ്ങൾ അങ്ങനെ അല്ല, അതുകൊണ്ട് അങ്ങനെ പറയണ്ട. അപ്പൊ ക്യാപ്റ്റൻ എന്ന് പറയാ അല്ലെ, പ്രൊഡ്യൂസർ മാറ്റി അവിടെയും ശ്രീതു, ഇപ്പൊ ശ്രീതുവിന് എന്താ പറയാ, റൂട്ട് തമിഴ്നാട്ടിലാണെങ്കിലും നമ്മൾ മലയാളികൾ എല്ലാരും ബിഗ് ബോസിന് ശേഷം ഏറ്റെടുത്ത ഒരു കുട്ടിയാണ് ശ്രീതു. സോ പ്രിയതമ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ സെക്കൻഡ് ആൽബം ആണ് ഇത് ഇപ്പോ ചെയ്യുന്നത്. അതും സെക്കൻഡ് ആൽബം വിനീത് ശ്രീനിവാസൻ അവരുടെ ആണ്. ആൻഡ് ഫസ്റ്റ് വന്നിട്ട് സോങ് ആണ് കേൾപ്പിച്ചത്. ഫസ്റ്റ് ഐ തിങ്ക് സിംഗർ പറഞ്ഞിട്ടില്ല, അതിന് ശേഷമാണ് അറിഞ്ഞത്. സർപ്രൈസ് സോങ്ങിലാണ് എനിക്ക് സ്റ്റാർട്ടിങ് ആ സോങ്ങിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മെലോഡിയ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് ചേച്ചിയുടെ തീരുമാനമാണോ ഇവരെ രണ്ടുപേരും പെയറാക്കി തന്നെ മ്യൂസിക്കൽ വീഡിയോ ചെയ്യാമോ? എങ്ങനെയാണ് ഈ ഒരു കാസ്റ്റിലേക്ക് വന്നത്? പ്രിയതമ സോങ് കേട്ടപ്പോഴാണ് ആക്ച്വലി, അത് കഴിഞ്ഞാണ് ഞങ്ങൾ കാസ്റ്റിംഗിന്റെ ഇതിലേക്ക് പോയത്. അപ്പൊ പ്രിയതമ സോങ് ഫുള്ളായിട്ട്, ഫുൾ എന്ന് പറയില്ല, സിംഗർ വരുന്ന മുന്നേ ഒരു ഇതുണ്ടല്ലോ സ്റ്റെപ്പ്, അതില് തന്നെ നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ വന്ന പിക്ചർ ആദ്യം മനുഷ്യേട്ടനാണ്.
മനുഷ്യട്ട് ഇങ്ങനെ പറഞ്ഞു ശ്രീതു എങ്ങനെ ഇരിക്കും ഈ ലൈൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ശ്രീതുവിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യട്ടൻ ശ്രീതുവിന്റെ പേരെടുത്തത്. അത് കഴിഞ്ഞ ശേഷം അങ്ങനെയാണെങ്കിൽ എന്റെ വായിന്ന് പിന്നെ വന്നത് എന്നാ പിന്നെ അർജുൻ മതിയാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ക്രൂ വിനു വിജയും ബബിഷയും മുരളിയും റാഫിലേട്ടൻ ജിമോൻ ചേട്ടൻ ഞങ്ങൾ എല്ലാവരുടെ ഒരു തീരുമാനം ഇവര് മതി. പിന്നെ ഞങ്ങൾക്ക് വേറെ ആരും ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ആലോചിക്കാൻ പോലും വയ്യ. ആ പാട്ട് അതുപോലെയാണ്, നിങ്ങൾ കണ്ട മനസ്സിലാവും. അത് ഒരു ഇന്നസെൻസ്, ക്യൂട്ട്, പ്യൂരിറ്റി, പ്യുവർ ലവ്, അങ്ങനത്തെ ഒരു ലൈൻസ് ആണ് അതൊക്കെ. അപ്പൊ അതിലെല്ലാം ഇവരാണ് പെർഫെക്റ്റ്. ഇപ്പം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത ഒരു പേർ പേളിഷ് ആണ് അല്ലെ. പേളി ശ്രീനീഷിന് ശേഷം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ശ്രീജൻ അല്ലെ. ശ്രീജുൻ ഓക്കെ. ശ്രീതു ആൻഡ് അർജുൻ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രഷർ ഞെട്ടിച്ചോണ്ടിരിക്കും. ആദ്യം ഇവരുടെ ഒരു ക്രിസ്ത്യൻ അറ്ററിലെ ഒരു വെഡിങ് ഷൂട്ട്, ഒരു ഫോട്ടോഷൂട്ട് പ്രീ വെഡിങ് ഷൂട്ട് പോലെ അതിങ്ങോട്ടേക്ക് അയ്യോ സോറി അതെ, ഒരു പ്രീ വെഡിങ് ഷൂട്ട് എടുത്തപ്പോ ഓക്കെ ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസിലൊക്കെ വന്നിരുന്നു നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ്, വിവാഹിതരാകാൻ പോവാണെന്നൊക്കെ പറഞ്ഞ്. സെക്കൻഡ് ഈ ഒരു പോസ്റ്ററിന്റെ ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഒഫീഷ്യലി നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന രീതിയിലൊക്കെ. അപ്പൊ ഇങ്ങനത്തെ റൂമേഴ്സ് ഒക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശരിക്കും കെട്ടിയാ കൊള്ളാന്ന് തോന്നുന്നുണ്ടോ? റൂമേഴ്സ് പലതും നമുക്ക് കേൾക്കാലോ. ഇത് അതിപ്പോ ഒരു മാർക്കറ്റിംഗ് ആണ്. ചിലവരത് വിറ്റ് ഏൺ ചെയ്യുന്നു, ലൈക്ക് ഓരോ എന്തെങ്കിലും ഒരു ഗ്ലിംസ് കാണുമ്പോൾ അത് ചെയ്യുന്നത് എല്ലാം മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതിനൊരു പോസിറ്റീവ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. റൂമേഴ്സ് കേട്ട് കേട്ട് പളകി വരെ അപ്പൊ അങ്ങനെ വിട്ടു. ഇതന്നെ അത് നിങ്ങൾക്ക് അറിയാൻ വരുവാണോ പറഞ്ഞു വിട്ടു. ഇവര് പ്രൊഫഷണൽ ആണ്, ഇവര് ആ ഒരു രീതിയിൽ അത് എടുക്കുന്നുള്ളൂ, മനസ്സിലായോ? അവരവരുടെ ലൈഫിലേക്ക് അത് എടുക്കുന്നില്ല. അവരതൊരു ആ ഒരു മൊമെന്റ് അവരിങ്ങനെ മീൻസ് ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, അത് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ പ്രേക്ഷകർക്ക് നിങ്ങളെ എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഒരുമിച്ച് കാണാനും നിങ്ങളെ ചെയ്യുന്ന വർക്ക്സ് ഒക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ബിഗ് ബോസിന് ശേഷം ഒന്നെങ്കിൽ അർജുന്റെ ഫീഡ് എടുത്ത് നോക്കുമ്പോൾ ഒന്നെങ്കിൽ അർജുന്റെ സിംഗിൾ പിക്ക്, അല്ലെങ്കിൽ വിത്ത് ഷർണിയോടൊപ്പം അല്ല സോറി ശ്രീധുവിന്റെ ഒപ്പമുള്ള ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക്കൽ വീഡിയോന്റെ പോസ്റ്റർ, അതുപോലെ തന്നെയാണ് ശ്രീധുവിന്റെ അക്കൗണ്ടിലും ഞാൻ എടുത്തു നോക്കിയപ്പോ കാണുന്നത്. ഒന്നെങ്കിൽ അർജുന്റെ ഒപ്പമുള്ള കമ്പൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ കാര്യങ്ങൾ, അല്ലെങ്കിൽ സിംഗിൾ പിക്ക്. അത് നിങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നു? അത്ര ആൾക്ക് സ്റ്റോക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇത് കുറെ സ്റ്റോക്ക് ചെയ്തപ്പോ കണ്ടുപിടിച്ചതാണ്. പക്ഷെ നല്ലൊരു രസമുണ്ട്. നിങ്ങളോട് ആരെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ശരിക്കും ഒന്നിക്ക്, നിങ്ങളെ കേട്ട് അങ്ങനെ നേരിട്ട് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ചോദിക്കാറുണ്ട്, അമ്മമാരൊക്കെ പറയാറുണ്ട്. ആണോ? അപ്പൊ എന്താ പറയാറ്? എനിക്ക് എന്താ പറയാ, അവർക്ക് ഇഷ്ടം തോന്നിട്ട് പറയുന്നല്ലേ, അപ്പൊ അത് എക്സ്പെക്ട് ചെയ്യുന്നു. നോക്കാന്നെങ്കിലും പറഞ്ഞു വിടായിരുന്നു. അർജുന്റെ സങ്കല്പത്തില് പ്രിയതമ ആരാണ്, അല്ലെങ്കിൽ എങ്ങനെ ആവണം, ക്വാളിറ്റീസും കാര്യങ്ങളും എങ്ങനെയൊക്കെ? സങ്കല്പമൊന്നും ഇല്ല ഇപ്പൊ, അങ്ങനെ പറയല്ലേ. എനിക്കറിയില്ല, ആ ഒരു ഫേസ് ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു, അറിയില്ല ഇപ്പൊ എന്റെ മൈൻഡിൽ. എനിക്കറിയില്ല, അതൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. യുഗമാണ് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ കൊറേ പോയിന്റ്സ് പറ. എത്ര ലൈനാണെന്ന് അറിയോ ഇങ്ങനെ പറയുന്നത്? ഇവനല്ല, ഇവനില്ല പെമ്പിള്ളാരെ. ഓ അർജുൻ ചേട്ടാ ഒന്ന് കെസ് പറഞ്ഞാ മതി. അങ്ങനൊന്നുമില്ല, വെറുതെ പറയുന്നത് കരക്കമ്പി കേട്ടോ. ഒന്ന് ബിൽഡപ്പ് ഇട്ട് കൊടുത്തതാ. അല്ല സത്യം, എന്തായാലും ഒരുപാട് പേര് എന്തായാലും അർജുന്റെ പുറകെ ഉണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ പുറകേലേക്ക് എനിക്ക് വരുന്ന മെസ്സേജ് അങ്ങനെ എന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ മെസ്സേജ് ഒന്നും എനിക്ക് അങ്ങനെ ഞാൻ നോക്കാറില്ല സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ ഒന്നും ഇല്ല. ചിലവര് എന്റെ ജേർണി ഇഷ്ടപ്പെട്ടവരുണ്ട്, അങ്ങനെയൊക്കെ. അപ്പം നമ്മള് പ്രിയതമന്റെ പോസ്റ്റർ ഇടൂലോ, ഓ അർജുൻ ചേട്ടൻ ചിരി, അയ്യോ ആ കണ്ണ്, അയ്യോ മൂക്ക്, അയ്യോ അത് കഴിഞ്ഞിട്ട് ഈ ആളും കുറവൊന്നുമല്ല. ഓ എന്തിനാ അപ്സരസ് എന്തോ അയ്യോ ഞാനപ്പൊ എന്താ പിള്ളേർ, ഞാൻ അവർക്കൊക്കെ ലൈക്കും കൊടുത്തു. അതിൽ തന്നെ അറിയാം പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. അപ്പൊ ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്, മൈ ടീം. ഗുഡ് ജോബ്. ഓക്കെ, യോജിക്കുന്നുണ്ടോ ഈ പോയിന്റ്സിനോടൊക്കെ? എനിക്കറിയില്ല, ഞാൻ അറിയില്ല. കമന്റ്സ് എടുത്ത്
കമന്റ്സ് എടുത്ത് നോക്കിയോ? അതെ, ഞാൻ കമന്റ്സ് ഞാൻ കണ്ടു. കള്ളം പറയുന്നില്ല, സത്യം ഞാൻ പറഞ്ഞു. പക്ഷേ ബിഗ് ബോസിൽ ഇത്ര ഷൈ ഒന്നും അല്ലായിരുന്നല്ലോ അർജുൻ. പക്ഷേ ഷൈ അല്ല, എന്ത് ചെയ്യാനായാലും ഭയങ്കരമായിട്ട് ആക്റ്റീവും ഭയങ്കര ഇപ്പൊ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ബിഗ് ബോസിൽ ഒരുപാട് പേര് ഇമിറ്റേറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേന് ഓക്കെ കുറച്ചൊന്ന് കൂളായിട്ട്. പ്രൊഫഷണൽ ഒന്നുമല്ല അതിനകത്ത്. ലൈക്ക് എന്റെ ഒരു ഞാൻ അഡാപ്റ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും. ബിഗ് ബോസിലാണെങ്കിൽ എനിക്ക് ടു ബി പേഴ്സണലി എനിക്ക് തന്നെ എനിക്ക് മനസ്സിലാവും ഫസ്റ്റ് 2 വീക്സ് തന്നെ വാഴാന്ന് വിളിക്കുന്നത് എനിക്ക് തന്നെ അറിയണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഒരു സ്ഥലത്ത് എത്തി അഡോപ്റ്റ് ആവാൻ ടൈം എടുക്കും. അത് അഡോപ്റ്റ് ആയി വരുമ്പോഴാണ് എനിക്ക് എൻ്റെതായ ഒരു കംഫർട്ട് തോന്നി. എനിക്കിപ്പോൾ ലാസ്റ്റ് 50 ഡേയ്സ് കഴിയുമ്പോൾ എന്നെ സ്വന്തം വീടായിരുന്നത്. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നിയിട്ടില്ല. അപ്പം ആ ഒരു സംഭവം ഉള്ളിൽ നിന്ന് വരും. ഇവിടെ കുറച്ച് കഴിഞ്ഞ് ഇരിക്കുമ്പോഴത്തേനും നിനക്കും തോന്നും. അല്ല, അർജുന് അത് വീട് പോലെയായിരുന്നു. ശ്രീതുനും ഭയങ്കര ഫീൽ. അർജുന് സത്യം പറഞ്ഞാൽ അർജുന് അത് വീട് മാതിരി തന്നെയായിരുന്നു. ഞങ്ങള് വിചാരിച്ചു ഇതെന്ത് ഫുൾ സെറ്റ് ആയിരുന്നു. அப்படியா? അത് പറയുകയും പിന്നെ ഒരാൾ പോയപ്പോ ഭയങ്കര ഇമോഷണലി കുറച്ച് സങ്കടപ്പെടുകയും ഒക്കെ അല്ല, ഒരാള് മാത്രല്ല, നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഇല്ല, ഞാൻ എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ട്. ഒരാള് മാത്രല്ല. ഞാൻ എനിക്കറിയില്ല. അപ്പം ഞാൻ ഈ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. എനിക്ക് വരില്ല ഇങ്ങോട്ടേക്ക്. ഇവർക്കാണെങ്കിൽ പേടി, ദൈവമേ. അല്ല, ആ പേടിയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പേടിയൊന്നും. ഓക്കെ, ഞാനത് പുറത്തുനിന്ന് കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാ ആൾക്കാർ കരയണെന്നൊക്കെ വിചാരിക്കും. അപ്പം ഞാൻ കളിയാക്കിയിട്ടുണ്ട് ടു ബി ഓണസ്റ്റ്. അപ്പൊ എനിക്ക് ഉള്ളിലിരിക്കുമ്പോഴും ആദ്യം സുരേഷ് ചേട്ടൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മൾ അത്ര ആ ഒരു പ്ലേസിൽ പുറത്തുനിന്ന് കാണുന്നവർക്കല്ല, നമ്മൾ അകത്ത് കയറി ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് ആ ഒരു എനർജിയും ആ ഒരു പ്ലേസും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് കൂടെ നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്നത്, നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നുന്ന ഒരാൾ പെട്ടെന്ന് ആ അടുത്തുനിന്ന് പോകുമ്പോഴത്തേനും ഭയങ്കര ഹേർട്ടാവും. ഓഫ്കോഴ്സ് ശ്രീതു പോയപ്പോഴാണ്, സിജു പോയപ്പോഴാണെങ്കിൽ എല്ലാവരും പോകുമ്പോൾ ഹേർട്ടാവും. ഓഫ്കോഴ്സ് ഇവള് പോകുമ്പോൾ എനിക്ക് കൂടുതലായി. കാരണം 2 ഡേയ്സ് കഴിഞ്ഞ് കാണുമ്പോൾ നമുക്കറിയാം 100 ഡേയ്സ് ആവാറായി. ബട്ട് സ്റ്റിൽ എന്റെ കൂടെ ഉള്ളപ്പോൾ ഒരാൾ പോകുമ്പോഴത്തേനും ഒബ്വിയസ്ലി എനിക്ക് ഹേർട്ടായി. അതാ ഞാൻ പറയാം, എല്ലാരും പറഞ്ഞില്ല, പക്ഷേ പറഞ്ഞില്ല. നീ അവളെ ആക്ച്വലി അവളെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ലാൽ സാറ് വരുന്ന വിഷു എപ്പിസോഡിലല്ലേ. അപ്പൊ ഞാൻ ഇവനെ ടൈറ്റ് ഭയങ്കര അത് പിന്നെ സെക്കൻഡ് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. എനിക്ക് അറിയായിരുന്നു, ഇവർക്ക് അറിയായിരുന്നു. പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അപ്പൊ അത്ര നമുക്ക് ആയിട്ടില്ല. നിങ്ങൾ 3 പേരും നല്ലൊരു എന്തൊരു നിങ്ങളുടെ വൈബ് സെറ്റ് ഒക്കെ ഒരേപോലെയാണ്, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. അപ്പം സെറ്റിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു? പ്രൊഡ്യൂസർ ഒരു സൈഡിൽ ടെൻഷൻ അടിച്ച് നടക്കുന്നു, ഞങ്ങൾ ഒരു സൈഡിൽ കളിക്കുന്നു. ഞാൻ ടെൻഷൻ സത്യം എന്റെ ഇപ്പോഴായാലും എനിക്ക് ടെൻഷൻ അടിച്ച ഉടനെ ഞാൻ ശ്രീതുനെ വിളിക്കുന്നു. എടേ ചെല്ലോ ഇങ്ങനെ എന്നാ പണ്ടേ. അതുപോലെ അർജുൻ മക്കളെ ഇങ്ങനെ എന്താ ചെയ്യാ ഇങ്ങനെയാണ്. പക്ഷെ അവര് ഇല്ലല്ല ഓക്കെ അല്ലേ നമുക്ക് അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ കാമാവും. അതുപോലെ പ്രോജക്റ്റിൽ എന്നെ കാമാക്കുന്ന അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എന്നെ കാമാക്കുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യൻ. അപ്പൊ അതൊക്കെ ഇവർക്ക് പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവരെ ഞാൻ എന്റെ ഫാമിലി മെമ്പർ ആയിട്ട് ഉള്ളിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പറ്റുന്നത്. നിങ്ങനെ ഒരു തമിഴ് ഒരു എന്താ മദ്രാസ് മലർ അതിന്റെ തീം മ്യൂസിക്കോ എന്തോ? അത് ഫസ്റ്റ് ആൽബം ഞങ്ങൾ സെക്കൻഡ്, അത് ഫസ്റ്റ്, അത് ഏറ്റവും റിലീസ് ആണ്. അതൊരു ഷോർട്ട് മൂവി പോലത്തെ ഒരു ആൽബം, മ്യൂസിക് വിത്ത് ഡയലോഗ് കുറെ ഉണ്ട്. അത് ഈ മന്ത് തന്നെ റിലീസ് ആണ്. ഓ, അടുപ്പിച്ച് 2 ഹിറ്റുകൾ അടിക്കാൻ പോവാണ് പ്രിയതമയും പിന്നെ മദ്രാസ് മലർ അല്ലേ? ഓക്കെ. ആൻഡ് ഇപ്പൊ എന്തായാലും അർജുനോട് ചോദിച്ചു എങ്ങനെയാവണം പ്രിയതമ. അപ്പൊ അർജുൻ പറഞ്ഞു എനിക്ക് അങ്ങനെ സങ്കല്പേ ഇല്ല, എന്റെ ആ കാലഘട്ടമേ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രീതുന്റെ മനസ്സിലത്തെ സങ്കല്പം എങ്ങനെയാണ്, പ്രിയതമൻ എങ്ങനെയാവണം? ഇനി ഈ ആൻസർ തന്നെ പറയല്ലോ എന്തെങ്കിലും. അല്ലല്ല, അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് അറിയുന്നില്ല എങ്ങനെ ഉണ്ടാവണം. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. വരുമ്പോ അപ്പൊ നോക്കാം. എന്നാൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി എക്സ്പെക്ടേഷൻസ് വേണ്ട. സങ്കടം എക്സ്പെക്ടേഷൻ എന്തിനാ വെറുതെ വെക്കുന്നതെന്നാണ്. എന്നമോ ഞാൻ എക്സ്പെക്ട് ആയി ഹേർട്ടാണ്. സോ അത് കണ്ട് നോ സങ്കല്പം. നമ്മുടെ മലയാളത്തിൽ എക്കാലത്തെയും പ്രണയ ജോഡികൾ നസീർ സാറും ഷീലാമയും കൂടെ ആക്ട് ചെയ്ത് പണ്ടത്തെ ഒരു മൂവിയുണ്ട് പ്രിയതമ എന്ന് പറഞ്ഞ. അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂവിയും കാര്യങ്ങളൊക്കെ. അതിന്റെ എന്തെങ്കിലും റെഫറൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേട്ടോ, ഇപ്പൊ അറിഞ്ഞതാണോ അങ്ങനെ ഒരു മൂവി ഉണ്ടെന്ന്? കേട്ടായിരുന്നു, ഇപ്പൊ ഒന്നും ഞാൻ കേട്ടില്ല. അപ്പൊ ഇനി ഈ പ്രിയതമ ഇറങ്ങിയതിന് ശേഷം നിങ്ങളാവോ ആ പ്രണയ ജോഡികൾ? ഇവര് രണ്ടുപേരും ഉത്തരം പറയില്ല. ഞാൻ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് നീங்க ചോദിക്കുന്നത്. അല്ല